ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം ഇന്ന് അനദർ എക്സൈറ്റിംഗ് ജേണിയാണ് കേട്ടോ. അപ്പം ഞാനിപ്പം ഡെൻമാർക്ക് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രെയിനിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് ഭയങ്കര പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിലൂടെയാണ് ഇന്ന് എൻ്റെ യാത്ര. അപ്പോൾ ഇതാ എയർപോർട്ടിലെത്തി, അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബോർഡിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനിപ്പം പോകുന്നത് അതൊരു ഒഫീഷ്യൽ ട്രിപ്പാണ്. പക്ഷേ യാത്ര നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഐ ആം വെരി 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 എക്സൈറ്റഡ് ഫോർ ദിസ് ജേർണി. അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈസി ജെറ്റിൻ്റെ ഈ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ഇപ്പോൾ അടുത്തടുത്തുള്ള ഓരോ ഫ്ലൈറ്റ് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കാരണം എന്താ പറയുക, ഒരു കുറച്ച് ടെൻഷനുള്ള കാര്യമാണ് ഇപ്പം ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയുന്നതും. ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് കുറച്ച് ടെൻഷനാണ്. അതുകൊണ്ടാണ് ഈ ഇൻസ്ട്രക്ഷനൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് തിരിച്ചും മറിച്ചും നോക്കുന്നത്. യൂഷ്വലി ഇതൊന്നും നമ്മൾ നോക്കാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നമുക്ക് ടേക്ക് ഓഫും അതുപോലെ തന്നെ ലാൻഡിങ്ങും ഒക്കെ അത്യാവശ്യം നമുക്കൊരു സ്കേറി ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം ഞാൻ ഇതാ ഡെൻമാർക്കിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെൻമാർക്കിൻ്റെ മേലിൽ നിന്നുള്ളൊരു വ്യൂവും തൊട്ടടുത്തുള്ള നമ്മുടെ സ്വീഡനും ഒക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ ജേർണി ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ ഫ്ലൈറ്റിലിരുന്ന് ഇനിയൊരു ഫ്ലൈറ്റ് മേളിൽ കൂടെ പറക്കുന്നത് ഞാൻ അങ്ങനെ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടു. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പം ഞാനിപ്പം സ്വിറ്റ്സർലാൻഡ് ജനീവ എന്ന് പറയുന്ന എയർപോർട്ടിൽ ഇതാ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു ഡ്രീമി പ്ലേസ് ആയിരിക്കുമല്ലോ. അപ്പം ഞാനിവിടെ ഒരു വെക്കേഷനൊന്നും അല്ല വന്നത്, എങ്കിൽ പോലും എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ വരാൻ പറ്റിയതിൽ ഐ ആം വെരി ഹാപ്പി. അപ്പം നമ്മൾ ജനീവ എയർപോർട്ടിൽ വന്നു, ബാഗൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ വേറൊരു എക്സൈറ്റിംഗ് പ്ലേസിലോട്ടാണ് ഇനി അടുത്തത് ട്രാവൽ ചെയ്യാൻ പോകുന്നത്, ബൈ സീയിങ് ദ ബ്യൂട്ടി ഓഫ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് എയർപോർട്ടിൽ നമുക്ക് റെൻ്റൽ കാർസൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു റെൻ്റൽ കാറൊക്കെ എടുത്തിട്ട് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് ദ വെരി ഫേമസ് ജനീവയിലുള്ള ഒരു ഫൗണ്ടനാണ് കേട്ടോ. ഇത് നമ്മൾ അവിടുത്തെ സൊവനിയറിലൊക്കെ കാണുന്നൊരു പിക്ചറാണ് ആ ഒരു ഫൗണ്ടൈൻ്റെ. അപ്പം അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു രാവിലെ വെളുപ്പിനെ സ്റ്റാർട്ട് ചെയ്തൊരു ജേർണിയാണ് ഡെൻമാർക്കിൽ നിന്നും. നമ്മൾ ഓൾമോസ്റ്റ് നല്ല ഹംഗ്രി ആയിരുന്നു. അപ്പോൾ ഓൺ ദ വേ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് പോലത്തെ സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ കുറച്ച് തൽക്കാലം കഴിക്കാനുള്ള ഫുഡൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കത്തിക്കാനുള്ള വിറകിൻ്റെ കഷ്ണങ്ങളൊക്കെ പാക്കറ്റിലായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റാതിരുന്ന നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റഫെല്ലാം കിട്ടി. നമ്മളിവിടുന്ന് അങ്ങനെ സാൻഡ്വിച്ച് കിട്ടി, അത് കഴിച്ച് നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ്. അങ്ങനെ ഫൈനലി ദ എക്സൈറ്റിംഗ് പ്ലേസ്, നെക്സ്റ്റ് പ്ലേസ് ഇറ്റ് ഈസ് ഫ്രാൻസ്. അങ്ങനെ നമ്മളിതാ ഫ്രാൻസിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനീവയിൽ നിന്ന് ഫ്രാൻസിലോട്ട് ഓൾമോസ്റ്റ് ഒരു 2 hour ജേർണി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കാറിൽ. റോഡൊക്കെ അടിപൊളിയായതുകൊണ്ട് പെട്ടെന്ന് സ്മൂത്തായിട്ട് ഇങ്ങോട്ട് എത്തി. നമ്മളിപ്പോൾ ഇതാ ഇവിടെ വന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരു അടിപൊളി ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഇത് ഹിൽട്ടൺ ഹോട്ടലാണ് ഫ്രാൻസിലുള്ളത്. ഫ്രാൻസിൽ ഇവിയോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും അടിപൊളി ഒരു ഹോട്ടൽ റൂം ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ. അപ്പോൾ എന്തായാലും ഒരു ഹോട്ടൽ റൂം ടൂർ ആയേക്കാം. സോ ലെറ്റ്സ് സീ. This is welcome in German and some cookies, berry cookies.
telephone charging. എൻ്റെ ബാൽക്കണി വ്യൂ നോക്കുമോനെ, കിഡിലോസ്ക്ക് വ്യൂ ആണ്. ഡയറക്റ്റ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. മുകളിൽ അത്ര സൂപ്പറായിട്ടില്ല. ആ ഒരു മലേൻ്റെ വ്യൂ. ഓൾമോസ്റ്റ് ഫുൾ ഡേ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് ഈ ഒരു വ്യൂ ഉള്ളൊരു നല്ലൊരു റൂം കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ആക്ച്വലി അത് ഇപ്പം നമ്മൾ വിൻ്ററിലൊക്കെ ആയിരുന്നു വന്നതെങ്കിൽ ഫുൾ ഐസായിട്ടുള്ള കുറേ മലകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ ആ ഒരു ഡ്രീമി സ്വിറ്റ്സർലാൻഡ് വ്യൂ ഒക്കെ നമുക്ക് ദൂരെ നിന്നെങ്കിലും കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല എങ്കിലും നമുക്ക് കുറേ മലകളൊക്കെ ഈ ഏരിയയിൽ കാണാൻ പറ്റി വരുന്ന വഴിക്കൊക്കെ. അങ്ങനെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വിശപ്പിൻ്റെ വിളി വീണ്ടും വന്നു. കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഇന്ന് ഹോളിഡേ. അപ്പം എന്തായാലും നമ്മൾ ഹോട്ടലിൽ താഴെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞാൻ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് വന്നു. അപ്പോഴാണ് നല്ല കിടിലം വ്യൂ ആയിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ ഒത്തിരി ലേറ്റായി. ഇത് ഓൾമോസ്റ്റ് ടൈം ഒരു 9:30 സംതിങ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗോൾഡൻ അവറിൽ തന്നെയായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി വന്നപ്പോഴേക്ക് ഈ ഒരു ടൈമായി. അപ്പോൾ എന്തായാലും ഡിന്നർ കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് ഫുഡൊക്കെ നോക്കി. നമുക്ക് ഫുഡൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ ഡിഫറെൻറ്റ് ഫുഡൊക്കെ ആണല്ലോ. അപ്പോൾ ഉള്ളതിൽ വെച്ച് നെയിമൊക്കെ നോക്കി ഞാൻ 2-3 ഫുഡൊക്കെ വാങ്ങി അത്യാവശ്യം എൻജോയ് ചെയ്ത് ആ ഒരു സൺസെറ്റൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കീപ് സപ്പോർട്ടിങ്, ഗീവ് യുവർ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.